ഈ ചിത്രത്തിലെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു സാദൃശ്യവുമില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാദൃച്ഛികം മാത്രം. ഈ എല്ലാ സിനിമകളുടെയും തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന ഒരു ഡിസ്ക്ലൈമർ. എന്നാൽ കൊട്ടുക്കാളിയിൽ യാതൊന്നും യാദൃച്ഛികമല്ല. അതിലെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവിച്ചിരിക്കുന്ന പലരുമായും സാദൃശ്യമുണ്ട്. അവർ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരാകാം, നിങ്ങൾ തന്നെയാകാം. ഒരു സ്ത്രീയുടെ പിന്നാലെ പോകുന്ന 6 മിനിറ്റ് നീളമുള്ള ട്രാക്കിംഗ് ഷോട്ടിലൂടെ ഓപ്പൺ ചെയ്യുന്ന സിനിമ. ആ ഷോട്ട് കാഴ്ചക്കാരെ കൊണ്ടെത്തിക്കുന്നത് മീനയുടെ അടുത്തേക്കാണ്. ഒരു കല്ലിൽ കെട്ടിയിരിക്കുന്ന ഒരു കോഴി. ആ കോഴിയെ ഇമചിമ്മാതെ നോക്കിയിരിക്കുന്ന മീന. പ്രത്യക്ഷത്തിൽ മീന യാതൊന്നിനാലും ബന്ധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ആ കോഴി ആ കല്ലിനെയും കെട്ടിവലിച്ച് നടക്കുന്നത് പോലെ മീനയ്ക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. മനുഷ്യരാൽ തീർത്തൊരു മതിൽ. കാരണം അവളുടെ പ്രണയമാണ്, അതും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുവരുമായി. അന്ധവിശ്വാസം, ജാതി, പാരമ്പര്യം, ഇതിൽ മൂന്നിലുമൂന്നിയാണ് PS വിനോദ് തൻ്റെ രണ്ടാമത്തെ സിനിമയായ കൊട്ടുക്കാളിയെ അവതരിപ്പിക്കുന്നത്. പുരുഷാധിപത്യം കുടികൊള്ളുന്ന വീടുകളിലേക്കും മനുഷ്യരിലേക്കുമാണ് വിനോദ് തൻ്റെ ക്യാമറ ചലിപ്പിക്കുന്നത്. അവിടെ സ്ത്രീകൾക്ക് സ്വന്തമായൊരു ഭാഷയില്ല. ഒരുപക്ഷെ അവരും കാലങ്ങളായി കെട്ടിപ്പടുത്ത വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറിപ്പോയവരാണ്. കല്യാണം, കുടുംബം, കുട്ടികൾ, അതാണ് അവർ ജീവിച്ച ജീവിതം. മീനയിലും ബാക്കിയുള്ളവരിലും അടിച്ചേൽപ്പിക്കുന്നതും അതാണ്. അതിനാൽ അവരും പാട്രിയാർക്കായി മാറുന്നു. മീന അവരിൽ നിന്നെല്ലാം വ്യത്യസ്തയായിരുന്നു. അവൾക്ക് വിദ്യാഭ്യാസമുണ്ടായിരുന്നു, കോളേജിൽ പോയിരുന്നു. എന്നാൽ പ്രണയം ഇന്ന് അവളെ ഒരു കൊട്ടുകാളിയാക്കി മാറ്റിയിരിക്കുന്നു. കൊട്ടുകാളി എന്നാൽ ദി അഡമന്റ് ഗേൾ അഥവാ പിടിവാശിയുള്ളവൾ എന്നാണ് അർത്ഥം. മീനയുടെ പിടിവാശി അവൾക്ക് ചുറ്റുമുള്ളവർക്കെതിരെയുള്ള അവളുടെ പോരാട്ടമാണ്. മീനയുടെ നിശബ്ദതയ്ക്ക് നിരവധി അർത്ഥങ്ങളുണ്ട്. പോരാട്ടത്തിൻ്റെ ഭാഷയാണതിന്. എന്നാൽ അവളുടെ ആ ദൃഢനിശ്ചയത്തെ പ്രേതബാധ എന്നാണ് അവൾക്ക് ചുറ്റുമുള്ളവർ കരുതുന്നത്. അതിനെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ചാൽ അവൾ ആ പ്രണയം മറന്ന് തങ്ങളുടെ വരുതിയിലാകുമെന്നും അവർ കരുതുന്നു. ആ പ്രേതബാധയെ ഒഴിപ്പിക്കാനുള്ള യാത്രയാണ് കൊട്ടുക്കാളിയുടെ പ്രമേയം. ആദ്യ സിനിമയായ കൂഴാങ്കൽ പോലെ വളരെ പരുക്കൻ മട്ടിലും ആഴത്തിലുള്ള അവതരണ രീതിയുമാണ് കൊട്ടുക്കാളിയുടേത്. നിറയെ വൈഡ് ഫ്രെയിമുകൾ, സ്റ്റാറ്റിക് ട്രാക്കിംഗ് ഷോട്ടുകൾ. ആ ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പറ്റം മനുഷ്യർ. ആ മനുഷ്യരുടെ അഹന്തയും ദുർചിന്തകളെയും വളരെ ക്ലോസ് ആയ ഷോട്ടിലൂടെയും ആ നാടിൻ്റെ പശ്ചാത്തലത്തെ എക്സ്ട്രീം വൈഡ് ഷോട്ടുകളുടെയുമാണ് വിനോദ് അവതരിപ്പിക്കുന്നത്. കാഴ്ചക്കാരെ അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യരുടെ ഇടയിൽ കൊണ്ടിരുത്തിയ അവസ്ഥ. നിങ്ങൾക്ക് അവരുടെ ഒപ്പം കൂടാം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ അസ്വസ്ഥരാകാം. നിശബ്ദത കൊട്ടുക്കാളിയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. സിനിമയിൽ പശ്ചാത്തല സംഗീതമില്ല. പകരമുള്ളത് പ്രകൃതിയുടെ പല വിധത്തിലുള്ള ശബ്ദ വ്യതിയാനങ്ങളാണ്. വണ്ടികളുടെയും അരുവിയുടെയും ചീവീടുകളുടെയും മനുഷ്യൻ്റെയും ശബ്ദം. അത് കഥ പറച്ചിലിനെ കൂടുതൽ കാഴ്ചക്കാരിലേക്ക് അടുപ്പിക്കുന്നു. അന്നാബെന്നിൻ്റെ മീനയാണ് കൊട്ടുക്കാളിയുടെ കാതൽ. മീനയുടെ ഓരോ നോട്ടങ്ങളും നിശബ്ദതയും ഉള്ളിലേക്ക് തരിച്ചിറങ്ങും വിധം ആഴത്തിലുള്ളതാണ്. ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ അത്രയും വാക്കുകൾ കൊണ്ട് പോരടിക്കുമ്പോൾ മീന പറയുന്നത് ഒരേ ഒരു വാക്കാണ്. എന്നാൽ അത് നമ്മളെ ചിന്തിപ്പിക്കും വിധം മൂർച്ചയുള്ളതാകുന്നു. മീനയുടെ ഉള്ളിൽ 1000 കടലിരമ്പുന്നുണ്ട്. സൊസൈറ്റിയുടെ ഈ പാട്രിയാർക്കിയെ തകർത്തെറിയണമെന്നുണ്ട്. എന്നാൽ ആ കോഴിയെപ്പോലെ അവളും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ നിസ്സഹായതയെ അന്നാബിനിലെ അഭിനേതാവ് കാഴ്ചക്കാരിലേക്ക് ഉള്ളു തറയ്ക്കും വിധം എത്തിച്ചിട്ടുണ്ട്. നന്ദി വെട്രിമാരൻ, സൂര്യയിലെ ഈ അഭിനേതാവിനെ ഞങ്ങൾക്ക് തന്നതിന്. വിടുതലയിലെ കുമരേശനോ ഗരുഡനിലെ ചൊക്കനോ അല്ല പാണ്ഡി. നല്ലതിനും കെട്ടതിനും ഇടയിലുള്ള നേർത്ത പാതയിലൂടെ സഞ്ചരിക്കുന്ന പാണ്ഡി അയാൾ കണ്ടും കേട്ടും വളർന്നൊരു സമൂഹത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. മീനയുടെ തായ്മാമനാണ് പാണ്ഡി. മീന അയാൾക്കുള്ളതാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചതാണ്. എന്നാൽ അയാൾക്ക് അവളെ നഷ്ടപ്പെടുന്നു എന്നത് അറിയുമ്പോഴുള്ള അയാളുടെ പൊട്ടിത്തെറി ഇൻ്റർവെല്ലിന് തൊട്ട് മുൻപുള്ള ഒരു വെൽ കോറിയോഗ്രാഫ്ഡ് സീനിലൂടെ വിനോദ് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. അവിടെ സൂരി അത്ഭുതപ്പെടുത്തുന്നു, അയാളുടെ പ്രവൃത്തി ഭയപ്പെടുത്തുന്നു. കൊട്ടുക്കാളിക്ക് അവസാനമില്ല. പാണ്ഡ്യയുടെയും കുടുംബത്തിൻ്റെയും യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട്. ഒരു 100 മീനമാരെ അവിടെ കാണിച്ചു തരുന്നുണ്ട് സംവിധായകൻ. ഓട്ടോയിലാണ് മീന എത്തിയതെങ്കിൽ കാറിലും നടന്നും എത്തിയവർ അവിടെയുണ്ട്. അത് തന്നെയാണ് അവർക്കിടയിലെ ഒരേ ഒരു വ്യത്യാസവും. അവിടെ നടക്കുന്നൊരു ഹീനമായ കാഴ്ച പ്രേക്ഷകന് കാണിച്ചു കൊടുത്ത് ബാക്കി നമ്മുടെ തീരുമാനത്തിന് വിട്ടു നൽകുകയാണ് വിനോദ്. നമ്മളവിടെ എന്ത് തീരുമാനിക്കുന്നോ അതാണ് മീനയുടെ ബാക്കി ജീവിതം. സിനിമയുടെ യാത്രയിലുടനീളം അവരുടെ ഒപ്പം സഞ്ചരിച്ച് നമുക്ക് എന്തും തീരുമാനിക്കാം. അതിനുള്ള അവകാശം വിനോദ് നമുക്ക് ആ 1.25 മണിക്കൂറിനുള്ളിൽ തന്നു കഴിഞ്ഞിരിക്കും.